ഹലോ, ഞാൻ ഡോക്ടർ അശ്വതി. ഞാൻ നൈൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രീ എക്ലാംസിയെക്കുറിച്ചാണ്. കാരണം ടുഡേ ഈസ് വേൾഡ് പ്രീ എക്ലാംസിയ ഡേ, ദറ്റ് ഇസ് May 22. അപ്പോൾ പ്രീ എക്ലാംസിയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എല്ലാവർക്കും പ്രഗ്നൻസിയിൽ BP വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അറിയാവുന്നതാണ്. പ്രഗ്നൻസിയിൽ BP 3 രീതിയിലാണ് വരുന്നത്. അതായത് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ 5 മാസത്തിന് മുൻപേ BP വരുന്നത്. അതിനെയാണ് നമ്മൾ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ 5 മാസത്തിന് ശേഷം BP വരുന്നതിനെ നമ്മൾ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നും, 5 മാസത്തിന് ശേഷം BP വന്ന അതൊരു സങ്കീർണമായ അവസ്ഥയിലെത്തിയാൽ നമ്മൾ അതിനെ പ്രീ എക്ലാംസിയ എന്നും വിളിക്കുന്നതാണ്. പ്രീ എക്ലാംസിയ ഉണ്ടായാൽ നമുക്കതിൻ്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? അതായത് നിങ്ങൾക്കൊരു സ്ട്രോങ് ഹെഡേക്ക് വിത്ത് ഡസൻറ്റ് ഗോ അവേ, വളരെ തീക്ഷ്ണമായൊരു തലവേദന, സ്വെല്ലിംഗ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് അലോങ് വിത്ത് കൺതടങ്ങളിലും കാലിന് ചുറ്റും കൈപ്പത്തിയിലുമൊക്കെ നീര് വരിക, അബ്ഡോമിനൽ വാൾ എഡീമ, സഡൻ നോസിയ ആൻഡ് വോമിറ്റിംഗ് ദാറ്റ് ഡെവലപ്സ് ഡ്യൂറിങ് ദ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് പെട്ടെന്ന് 2ാം ത്രൈമാസികത്തിൽ വരുന്ന ഛർദിയോ നോസിയോ, അല്ലെങ്കിൽ എപ്പിഗാസ്ട്രിക് പെയിൻ, അല്ലെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള വേദന. ഇത്രയൊക്കെയാണെങ്കിൽ പ്രീ എക്ലാംസിയ ഉണ്ടാവുന്ന വാർണിംഗ് സൈൻസ് ആണ്. പ്രീ എക്ലാംസിയ ഉണ്ടായാവുന്ന അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? അതായത് അമ്മയ്ക്ക് സീഷേഴ്സ്, അല്ലെങ്കിൽ പ്രീ എക്ലാംസിയയുടെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ എക്ലാംസിയ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രോക്ക്, പിന്നെ ലിവർ എൻസൈംസ് SGOT, SGPT എന്നിവയും ഡ്രൈസായി ലിവർ ഫെയിലിയർ ഉണ്ടാകാം, റീനൽ ഫെയിലിയർ, ക്രിയാറ്റിൻ്റെ അളവ് കൂടിയ റീനൽ ഫെയിലിയർ ഉണ്ടാകാം, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞ DIC എന്നിങ്ങനെ അവസ്ഥയിലെത്താം. കുട്ടിക്കാണെങ്കിൽ IUGR, അതായത് വളർച്ചക്കുറവ്, വെള്ളക്കുറവ്, ഒളിഗോ ഹൈഡ്രാമ്യൂസ്, പ്രീ ടേം ലേബർ എന്നിവയൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ മറുകുട്ടി നേരത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയെ നമ്മൾ എബ്രപ്ഷ്യോ പ്ലസൻ്റ എന്നും വിളിക്കുന്നു. ഇതൊക്കെ പ്രീ എക്ലാംസിയയുടെ കോംപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഹു ആർ ഓൾ അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് പ്രീ എക്ലാംസിയ, അതായത് ഇഫ് ഇറ്റ്സ് യുവർ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ എല്ലാ ആദ്യത്തെ പ്രഗ്നൻസി ഉള്ളവർക്കും പ്രീ എക്ലാംസിയ വരുമെന്നല്ല, പക്ഷേ യു ഹാവ് എ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് പ്രീ എക്ലാംസിയ. പിന്നെ നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിക്കോ പ്രഗ്നൻസിയിലോ അല്ലാതെയോ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷനോ പ്രീ എക്ലാംസിയോ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപത്തെ പ്രഗ്നൻസിയിൽ പ്രീ എക്ലാംസിയോ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷനോ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് BMI മോർ ദാൻ 35, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ്, നിങ്ങൾക്ക് BPയോ ഷുഗറോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ടെൻഡൻസീസ് ഉള്ള അസുഖങ്ങളോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സോ ഉണ്ടാവുക, അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസസ് എന്നിവയൊക്കെയുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് മാത്രമാണ് പ്രീ എക്ലാംസിയ വരാനുള്ളത്. നമുക്കെങ്ങനെ പ്രീ എക്ലാംസിയ വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? അതായത് 3ാം മാസത്തിലോ 5ാം മാസത്തിലോ ചെയ്യുന്ന സ്കാനിൽ യൂട്രൈൻ ആർട്ടറി എന്നിവയുള്ള ഒരു ബ്ലഡ് വെസലിലെ പൾസാറ്റിലിറ്റി ഇൻഡെക്സ്, അത് നിങ്ങളുടെ റേഡിയോളജിസ്റ്റ് ചെക്ക് ചെയ്ത് തരും. ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുന്നതോ കുറയുന്നതോ അനുസരിച്ച് നിങ്ങൾക്ക് പ്രീ എക്ലാംസിയോ അല്ലെങ്കിൽ കുട്ടിക്ക് വളർച്ചക്കുറവോ വരാനുള്ള സാധ്യതയെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് 5 കാര്യങ്ങളാണ്. ഓൾവേസ് ഈറ്റ് എ ഹെൽത്തി ഡയറ്റ്, ആൻഡ് ഓൾവേസ് ടേക്ക് ലെസ് സോൾട്ട്, ആൻഡ് ഹാവ് റെഗുലർ എക്സസൈസ്, ആൻഡ് നെവർ മിസ് യുവർ ആൻറ്റിനേറ്റൽ ചെക്കപ്സ്, ആൻഡ് ഓൾവേസ് ടേക്ക് യുവർ മെഡിസിൻസ് റെഗുലർലി. അതായത് നിങ്ങൾക്ക് BP ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയാൽ അതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രീ എക്ലാംസിയെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഉദ്ദേശിക്കേണ്ടത് പ്രെഡിക്റ്റ്, പ്രിവെൻറ്റ് ആൻഡ് പ്രിവെയിൽ ഓവർ പ്രീ എക്ലാംസിയ. നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ എന്ത് റിസ്ക് ഫാക്ടേഴ്സോ സിംറ്റംസോ ഉണ്ടെങ്കിൽ ഓൾവേസ് കൺസൾട്ട് യുവർ ഗൈനക്കോളജിസ്റ്റ്, ബിക്കോസ് നിങ്ങളുടെ ഏത് സംശയവും ദൂരീകരിക്കാൻ എപ്പോഴും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.